കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയും സഹായിയും പിടിയിൽ. തൃക്കാക്കര സ്വദേശിയും ഇൻഫോ പാർക്ക് ജീവനക്കാരനുമായ ഗിരീഷ് ബാബുവും തൃപ്പൂണിത്തുറ സ്വദേശി ഖദീജയുമാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ സ്വർണവും പണവും മോഷ്ടിക്കാനാണ് പ്രതികൾ വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. ആസൂത്രിതവും അതിക്രൂരവുമായാണ് സുഹൃത്തായ ജെയ്സി എബ്രഹാമിനെ ഗിരീഷ് ബാബു കൊലപ്പെടുത്തിയത്. 2 മാസം നീണ്ട പ്ലാനിംഗ്, തെളിവുകൾ കണ്ടെത്താതിരിക്കാൻ പല വാഹനങ്ങളിലൂടെയുള്ള സഞ്ചാരം. പക്ഷേ കൊച്ചി സിറ്റി പോലീസിന്റെ അന്വേഷണ മികവിൽ 7 ദിവസം കൊണ്ട് പ്രതികൾ പിടിയിലായി. നവംബർ 17 ഞായറാഴ്ച രാവിലെയാണ് കളമശ്ശേരി കൂനംതൈ മംഗളവില്ല അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 55 വയസ്സുകാരി ജെയ്സി എബ്രഹാം കൊല്ലപ്പെട്ടത്. മണിക്കൂറുകളോളം കൊലപാതക വിവരം ആരും അറിഞ്ഞില്ല. കാനഡയിലുള്ള മകൾ അമ്മയെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. രാത്രി 11:30 കളമശ്ശേരി പോലീസ് എത്തി ഈ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ജെയ്സി എബ്രഹാം മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇൻക്വസ്റ്റിൽ തന്നെ മരണം കൊലപാതകമാണെന്ന സംശയം പോലീസിനുണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭാരമുള്ള വസ്തുകൊണ്ട് തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. പിന്നീടാണ് ജെയ്സിയുടെ പരിചയക്കാരിലേക്ക് അന്വേഷണം നീണ്ടത്. ഗിരീഷ് ബാബുവിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒളിവിലാണെന്ന് കണ്ടെത്തി. സമീപ പ്രദേശങ്ങളിൽ നിന്നെടുത്ത CCTV ദൃശ്യങ്ങളിൽ കൊലപാതകം നടന്ന മണിക്കൂറുകളിൽ ഗിരീഷ് ബാബു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തു വന്നത്. വലിയ തുക കടമുണ്ടായിരുന്ന ഗിരീഷ് ബാബു ജെയ്സിയുടെ കയ്യിൽ റിയൽ എസ്റ്റേറ്റിലൂടെ ലഭിച്ച പണമുണ്ടെന്ന് മനസ്സിലാക്കി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള സഹോദരന്റെ വീട്ടിൽ നിന്ന് ബൈക്കിലാണ് ഗിരീഷ് ബാബു യാത്ര പുറപ്പെട്ടത്. പൈപ്പ് ലൈൻ റോഡിലൂടെ വന്ന് ഓട്ടോയിൽ കയറി. പിന്നീട് ആ ഓട്ടോയിൽ നിന്നിറങ്ങി മറ്റൊരു ഓട്ടോയിൽ കയറി. അങ്ങനെ 10:20 ഈ ഫ്ളാറ്റിൽ ഗിരീഷ് ബാബു എത്തുന്നത്. മുറിയിലെത്തിയ ശേഷം ജെയ്സി എബ്രഹാമിനൊപ്പമിരുന്ന് മദ്യപിച്ചു. ബോധരഹിതയായ ജെയ്സിയുടെ തലയിൽ കയ്യിൽ കൊണ്ടുവന്ന ഡംബൽ ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം ബാത്റൂമിൽ കൊണ്ടിട്ടു. ജെയ്സിയുടെ കയ്യിൽ കിടന്ന വളകൾ ഊരിയെടുത്ത ശേഷമാണ് പ്രതി ഗിരീഷ് ബാബു കടന്നു കളഞ്ഞത്. ലോൺ ആപ്പിലൂടെയും ക്രെഡിറ്റ് കാർഡിലൂടെയും വലിയ തുക ബാധ്യതയുണ്ടായിരുന്നു ഗിരീഷ് ബാബുവിന്. ഇത് തീർക്കാൻ പണം കണ്ടെത്താനാണ് കൊലപാതകം നടത്തിയത്. ശേഷം മുറി പൂട്ടി താക്കോലുമായി കടന്നു കളഞ്ഞു. പള്ളിക്കരയിലെ കടമ്പ്രയാറിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ഡംബൽ ഉപേക്ഷിച്ചു. കൊലപാതകം നടത്തിയ വിവരം ഉടനെ തന്നെ 2ാം പ്രതി ഖദീജയെ ഗിരീഷ് ബാബു അറിയിച്ചിരുന്നു. ഖദീജയുടെ സഹായത്തോടെയാണ് ഗിരീഷ് ബാബു പിന്നീട് ഒളിവിൽ പോയത്. 7 ദിവസം രാവും പകലും പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സെയ്ഫുന്നിസാലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.